പാലക്കാട് നഗരസഭയിൽ UDF സ്ഥാനാർത്ഥിക്കായി പ്രചാരണം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, നേതാക്കൾ എല്ലാവരും ഒപ്പമുണ്ടോ അതോ രാഹുൽ ഒറ്റയ്ക്കാണോ? സുജയ്, ഇപ്പോൾ പാലക്കാട് ശേഖരപുരം മേഖലയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇന്നലെയാണ് ഈ പുതിയ ഓഡിയോ സന്ദേശം അല്ലെങ്കിൽ പുതിയ ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് രാഹുലിനെതിരായിക്കൊണ്ട്. അതിനുശേഷം പിന്നീട് രാഹുൽ ഇത്തരത്തിൽ പ്രചരണത്തിന് ഇറങ്ങുന്നതിൽ വലിയ രീതിയിലുള്ളൊരു അതൃപ്തി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ആ അത്തരത്തിലുള്ള അതൃപ്തി KPCC ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിരുന്നു. രാഹുൽ പ്രചരണത്തിന് ഇറങ്ങാൻ പാടില്ല എന്ന രീതിയിലുള്ള പല രീതിയിലുള്ള പ്രതികരണങ്ങളും പല നേതാക്കളുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ വീണ്ടും പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. പാലക്കാട് പുത്തൂരിനടുത്ത് ശേഖരപുരത്താണ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ലിജിമോൾ എമ്മിന് വോട്ട് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ രാഹുൽ കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ഇവിടെ വോട്ട് ചോദിച്ച് ഇറങ്ങിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയാണ് നേതൃത്വത്തെ അറിയിച്ചിരുന്നത്. കാരണം പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെയുള്ള അനുകൂല സാഹചര്യം അത് നഷ്ടപ്പെടും എന്നുള്ളതായിരുന്നു ഒരു വിലയിരുത്തൽ. ഏതായാലും ശേഖരപുരം മേഖലയിലാണ് ഇപ്പോൾ രാഹുൽ ഈ പ്രചരണത്തിലിറങ്ങുന്ന ഓരോ വീടുകളും കയറി വോട്ടുകൾ ചോദിക്കുന്നു. നേരത്തെ പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കി രാഹുൽ ഇപ്പോൾ പ്രചാരണം നടത്തുന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡാണോ? ഇത്തവണ നഗരസഭ പിടിക്കും എന്ന് തന്നെയാണ് രാഹുൽ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ തന്നെ പറഞ്ഞത്. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് നഗരസഭയിൽ നല്ല ഭൂരിപക്ഷവും കിട്ടിയതാണ്. ഇപ്പോൾ വീട് കയറിയുള്ള പ്രചാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത്. അതിൽ മത്സരിക്കുന്നവരൊക്കെ കൂടെയുണ്ട്. അപ്പോൾ പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ള പ്രചാരണമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത് എന്നതാണ് അറിയേണ്ടത്. UDF സ്ഥാനാർത്ഥിക്കായി വോട്ട് ചോദിച്ചുകൊണ്ട് ഔദ്യോഗികമായി തന്നെ പ്രചാരണം നടത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. അപ്പോൾ രാഹുലോടെ പ്രചാരണം നടത്തുന്നു എന്നുള്ളതാണ് രാഹുലിന്റെ വാദം. പാർട്ടി എന്ത് പറയുന്നു എന്നറിയാൻ KPCC അധ്യക്ഷൻ പറയട്ടെ എന്നാണ് VD സതീശൻ പറഞ്ഞത്. എന്താണ് പറയുന്നതെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.